ഹലോ ഗൈസ്, ആക്ച്വലി ഞാനൊരു യാത്രയിലാണ്. പാലക്കാട് നമ്മളെ ജസുട്ടി ഒരു ഉദ്ഘാടനം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നെ ക്ഷണിച്ചു, നീയും വരാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പാലക്കാട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന വൺ ദ വേ ആണ്. അപ്പോഴാണ് എനിക്ക് ഈ വീഡിയോ ശ്രദ്ധയിൽപ്പെട്ടത്. അപ്പോൾ എനിക്ക് ഇതൊന്നും എടുത്ത് വെച്ചിട്ട് നിങ്ങളടുത്തൊരു കാര്യം പറയാനുണ്ട്. ആക്ച്വലി ഇതിൻ്റെ ഒരു റിയാലിറ്റി എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾ തന്നെ കേട്ടോളി. ഭാര്യയൊക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നതായിരിക്കും. പിന്നെ ഇത് അംഗ്രേസി മേ ഹേ, അപ്പോൾ അംഗ്രേസി നമ്മൾ തിരിച്ച് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അത് ഓക്കെ രണ്ണ് കേക്കി. Boyfriend kisses her on the lips. Oh. On the bus. What? Yeah. That is nasty. What? The only time you can kiss somebody is when you actually love them and they're a part of your family. Right. But like when you get in love with somebody, when you're actually in love with somebody, you can kiss. And what age do you think that would be? Like appropriate? When you're in like the teens. I mean, you can get a boyfriend, but when you're older, like Right. 15 Right. or older than that. Yeah. Something. Like when you actually like somebody and they like you. For like real. When you get to the point where you have a crush on them for real. Right. If you can't spell boyfriend, you shouldn't have one, right? I agree. ഇതിൽ രണ്ട് വാക്കുകളാണ് നമ്മുടെ ഹൈലൈറ്റ്. ഒന്ന് ക്രഷ്. ഈ ക്രഷ് മാമിൽ അവളെ പറകെ നടക്കുന്നുണ്ടോ ക്രഷ് അടിച്ചിട്ട്. ക്രഷിൻ്റെ മീനിങ് എന്താന്ന് ഈ പൊടിക്കുട്ടി പറയുന്നുണ്ട്, കൊച്ചുകളാണ്, അവൾ പറയുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യമാണ് തഗ്. നമ്മുടെ അമ്മാമ്മമാർ പോലും ഇമ്മാതിരി തഗ് അടിക്കത്തില്ല, അത്ര തരത്തിലുള്ളൊരു സൂപ്പർ തഗ്ഗാണ് കൊച്ചു പറഞ്ഞ്. നിനക്കൊക്കെ ബോയ് ഫ്രണ്ട് ആകാം, പക്ഷെ എപ്പോഴാവാം അറ്റ്ലീസ്റ്റ് ബോയ് ഫ്രണ്ടിൻ്റെ സ്പെല്ലിങ് അറിയുന്ന സമയത്തെങ്കിലും നീ ഒരു ബോയ് ഫ്രണ്ടിനെ വയ്ക്കില്ല. കൊച്ചുകുട്ടിയായിട്ട് ഈ പരിപാടി കാണിക്കരുതെന്ന് അവൻ കാര്യം. കൊച്ചു സ്കൂളിൽ പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് ബസ്സിൽ വെച്ചിട്ട് ഒരു പെങ്കൊച്ച് ഒരു ചെറുക്കനെ പുഴയും കണ്ടു ചുണ്ടുകളി ഉമ്മ വെച്ചു. സദാചാരവാദം പറയുന്നേ. ആ കുട്ടി വന്ന് അമ്മയെടുത്ത് പറയണം, അമ്മച്ചി അറിഞ്ഞാ അതുകൊണ്ട് ബസ്സിനകത്ത് വെച്ചിട്ട് ഒരുത്തനെ ഉമ്മം വെച്ച്. എന്താ ഈ പെണ്ണ് കാണിക്കുന്നത്? ഇവക്ക് ബോയ് ഫ്രണ്ടിന്റെ സ്പെല്ലിങ് പോലും അറിയത്തില്ല. അപ്പൊ അവക്ക് ബോയ് ഫ്രണ്ട് വേണോ? നിനക്ക് ബോയ് ഫ്രണ്ടൊക്കെ ആവാം, പക്ഷെ മിനിമം 15 വയസ്സോ അതിന്റെ മുകളിലോ ആകണം. അല്ലാതെ നീ ഈ പരിപാടിക്ക് നിൽക്കരുതെന്ന്. എന്തോ ഒരു കള്ളത്തീരം നമുക്ക് അതിന്റെ കണ്ണിൽ സ്മെല്ല് ചെയ്യുന്നുണ്ട്. ഞാൻ പിന്നെ അതൊന്നും പറയാൻ പോകുന്നില്ല, പോട്ട്. കൊച്ചുകുട്ടിക്ക് അത്രയും ബോധം ഇല്ലയോ? അപ്പൊ ഈ ക്രഷിന്റെ മീനിങ് കൊച്ച് പറഞ്ഞത് വെച്ച് പറയുകയാണെങ്കിൽ, മോളെ റശ്മി, നീ ഇതൊന്ന് കാണണം കേട്ടോ. ആ കൊച്ചു കൊച്ചിന് പോലും അറിയാം ക്രസ് എന്താണെന്ന്. കണ്ടോ, ഇത് ക്രാക്കാണ്, ഇത് ക്രഷ് അല്ല, ഇത് കട്ടറി വീണതിന്റെ ക്രാക്കാണ്. അതായത് ഉത്തമ ഇത്രയേ ഉള്ളൂ സംഗതി. ക്രഷ് എന്ന് പറഞ്ഞാൽ വേറെ ക്രഷ് ഒന്നും വരാം. ക്രഷിന് ഒരു മീനിങ്ങേ ഉള്ളൂ. ആ മീനിങ്ങാണ് ആ കൊച്ചു പറഞ്ഞത്, അല്ലാതെ വേറെ ഒന്നുമില്ല അതിനകത്ത്. ദിസ് ഈസ് ദ പോയിന്റ്. എന്തായാലും ഒന്നും കൂടെ കേൾക്കാം. കൊച്ചു പറയണ ആ ഒരു ഫീലിംഗ് കണ്ട, ബസ്സിനകത്ത് വെച്ചിട്ട് ഉമ്മം വെച്ചെന്ന്. കൊച്ചിന് ഇത് കണ്ടപ്പോൾ ഫീലിംഗ് ഉണ്ടായ വേറൊന്നുമില്ല, അന്ന്. എന്തായാലും കൊച്ചിൻ്റെ വീട്ടുകാർക്ക് അഭിമാനിക്കാം. കാര്യം അംഗ്രേസി ആണെങ്കിൽ പോലും വിദേശിയാണെങ്കിൽ പോലും അത്യാവശ്യ ബോധ നിലവാരം കൂടി സദാചാര ഭ്രാന്ത് കയറി നിൽക്കുന്ന ഒരു കുഞ്ഞാണെന്ന് എനിക്ക് മനസ്സിലായി. എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടേട്ടാ. സൂപ്പർ മോള്. പെൺകുട്ടികളെ ഇങ്ങനെ വേണം, പോളി സാധനം. നമ്മളൊരു തെറ്റ് കണ്ട തെറ്റിനെ തെറ്റെന്ന് പറഞ്ഞ് അതിനെ എടുത്ത് വെച്ച് എറുമാദിക്കാൻ കഴിയുക എന്നുള്ളത് നിസ്സാര കാര്യമാണോ? അതാ വീണ്ടും കൊണ്ടുവന്ന് ക്രഷിലിട്ട് അവൻ. അപ്പൊ ശരി, നിങ്ങളൊന്നും കൂടെ കണ്ടോളി. Her boyfriend kisses her on the lips. Oh. On the bus. What? Yeah. That is nasty. What? The only time you can kiss somebody is when you actually love them and they're a part of your family. Right. But like when you get in love with somebody, when you're actually in love with somebody, you can kiss. And what age do you think that would be? Like appropriate? When you're in like the teens. I mean, you can get a boyfriend, but when you're older, like Right. 15 Right. or older than that. Yeah. Something. Like when you actually like somebody and they like you For like real. when you get to the point where you have a crush on them for real. Right. If you can't spell boyfriend, you shouldn't have one, right? I agree. കറക്റ്റ്. ക്രഷ് ഉണ്ടായിരിക്കണം. പിന്നെ നിങ്ങൾക്ക് സ്പെല്ലിങ് പോലും അറിയില്ലെങ്കിൽ ആ പ്രായത്തിൽ പോയിട്ട് ബോയ് ഫ്രണ്ട് ഒന്നും ഉണ്ടാക്കരുത് കേട്ടോ. അപ്പൊ കൊച്ചുകുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള എൻ്റെ ഇത് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. താങ്ക് യു.